ഞാൻ പോയില്ല. അപ്പോൾ എന്താ കൊടുത്തത് തലേന്ന് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ? അത് നിങ്ങളത് കണ്ടുപിടിക്കും കേട്ടോ. അത് കണ്ടുപിടിച്ചോളൂ. അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ. നിങ്ങളിപ്പോൾ അതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കും കേട്ടോ. അല്ല, നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന്. അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. ആര് പറഞ്ഞു? അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പ്രശ്നം? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം? ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം? പിന്നെ എന്താ പ്രശ്നം? മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെയായിരുന്നു ഡൽഹിക്ക് പോകണമായിരുന്നു. എപ്പോൾ തേടണമായിരുന്നു? അല്ല, എപ്പോൾ തേടണമായിരുന്നേ? അല്ല, ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ. അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പം ഞാൻ വന്നിറങ്ങി പറഞ്ഞു. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അല്ല, ഇപ്പം നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ. തെറ്റാണോ? അത്രേ ഉള്ളൂ. അല്ല, അതിൻ്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ എന്താ പറയുന്നത്? എപ്പോഴാണ് തേടി? അല്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അങ്ങോട്ട് സംസാരിക്കാം. വണ്ടുകൊണ്ടല്ലോ, ഒന്ന് സംസാരിക്കട്ടെ. രാവിലെ അവർ കൊടുത്തായിട്ടാണ് ഞാൻ കണ്ടത്. മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല. അത് ഞാൻ പറയാമല്ലോ. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് പറയും. അല്ല, എപ്പോൾ എടുക്കണമായിരുന്നു? എടുക്കുമല്ലോ. അപ്പോൾ അല്ല, ഞാൻ എപ്പോൾ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് വിശ്വസിച്ചാൽ മതി. എനിക്ക് എൻ്റെത് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ചോദിച്ചോളൂ. എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കണം എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ആ ഡേറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തത ഉണ്ടായതല്ലേ? ആ യാത്ര നേരത്തെ തീരുമാനിച്ചതല്ലേ? ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചതല്ലേ? അപ്പോൾ ഞാൻ 6 മാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിയിൽ നിന്ന് എൻ്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറയട്ടെ, ആശാ വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. എയിംസ് പറഞ്ഞു, ആശാ വർക്കർമാർ. പക്ഷേ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ടല്ലോ. എന്താണ്? വളരെ കുറച്ച് ആശമാരാണെങ്കിലും SUCയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു. പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തലേ ദിവസം വീണ്ടും NHM അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പം 12-ാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശമാരുടെ സമരം തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീരാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു. NHMൻ്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തലേന്ന് തന്നെ കൊടുത്തു, അപ്പോയിൻമെൻ്റ് എടുത്തു. അല്ല, അതാണ് സാഹചര്യം. മനസ്സിലായി, വ്യക്തമായത് കരുതുന്നു. ഇത് വളരെ കഷ്ടമാണ്. അത്രേ ഉള്ളൂ. പക്ഷെ വളരെ ഇത് ഞാൻ പറയട്ടെ, അതിൽ ഇപ്പം സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം. വളരെ ക്ലിയറാണ്. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ്? ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി ഇതേ പോകുന്നു. ഡൽഹിയിൽ ചെന്ന സമയത്ത് ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല? 2 ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.